വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു. 4 കാര്യങ്ങൾ തൊട്ടുവെച്ചു. യുദ്ധത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞ് ഇന്ന് രാത്രി അവസാനിപ്പിക്കാം. പാസ് 9:30 പറഞ്ഞത്. ഒരു 5 മിനിറ്റൂടെ പോയാലും ദൈവകുഞ്ഞുങ്ങളെ നിങ്ങൾ എഴുന്നേറ്റ് പോകരുത്. നാളെ ഒരു ദിവസവും കൂടെ ഉള്ളു. നമ്മൾ മനസ്സിലാക്കണം. 1 ഡേറ്റ ഒരുവൻ്റെ കയ്യിൽ, 2 ഒരു മതം പിടിമുറുക്കുന്നു, 3 വിവാഹപ്രായം ഉയർത്തി, 4 ഏറ്റവും നിർണായകമായി ഡൽഹിയിലെ കർഷക സമരം, കോവിഡിൻ്റെ മറവിൽ ജനങ്ങൾ ഇളകുന്നു. 5ാമത്തെ സംഭവം യുദ്ധത്തിലേക്ക് കടക്കാം. ബൈബിൾ യുദ്ധങ്ങൾ എവിടെ? മത്തായി 24:6-7 വാക്യങ്ങൾ. മത്തായി 24:6-7. പാസ്റ്റർ ബൈബിൾ ഈ മൈക്കിൽ കൂടെ വായിച്ചാട്ടെ. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടത് തന്നെ. അത് സംഭവിക്കേണ്ടത് തന്നെ. അടുത്ത വാക്ക്. എന്നാൽ അത് അവസാനമല്ല. ഇതൊന്നും അവസാനമല്ല. ജാതി ജാതിയോടും, ജാതി ജാതിയോട്. ഇംഗ്ലീഷ് കാസ്റ്റ് ടു കാസ്റ്റ്. അടുത്തത് രാജ്യം രാജ്യത്തോടും എതിർക്കും. നേഷൻ ടു നേഷൻ. രാജ്യം രാജ്യത്തോടും എതിർക്കും. നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിപ്പാൻ ഉള്ളത് തന്നെ. ഇത് കണ്ടിട്ട് അമ്പൂരിയിലെയും തേക്കുപാറയും ഭൂമി എഴുതി വിറ്റാരും സ്ഥലം വിടരുതെന്നാ ഇതിൻ്റെ മലയാളം. സ്വോത്രം. ഇത് കേട്ട് കഴിഞ്ഞാൽ ചിലരുള്ള പുരയിടവും വിറ്റ് നല്ല അൽപകാമം കുഴിമന്തിയൊക്കെ തിന്നുമെന്ന്. സ്വോത്രം. അതൊന്നും ചെയ്യണ്ട, ഇത് സംഭവിക്കും. ഇനി യുദ്ധങ്ങൾ, ഇതൊരു ഫൈനൽ യുദ്ധത്തിലേക്കാണ് പോകുന്നത്. യുദ്ധങ്ങൾ എവിടെ തുടങ്ങി? ഇനിയുള്ളത് പഠിക്കുന്നവർക്കും നോട്ട് ചെയ്യാം. 1905 റൂസോ ജപ്പാൻ യുദ്ധം. റഷ്യ ജപ്പാനെ ആക്രമിച്ചു, പക്ഷേ റഷ്യയെ തകർത്ത് കളഞ്ഞു. 2ാമത്തെ യുദ്ധം 1914-17 1ാം ലോക മഹായുദ്ധം. 5.5 ലക്ഷം പേർ മരിച്ചു. ആദ്യത്തെ സംഭവമായി ഇസ്രയേൽ മടങ്ങി വരാൻ തുടങ്ങി. അന്ന് ഒരു സംഘടന വന്നു. അതിൻ്റെ പേരാ ലീഗ് ഓഫ് നേഷൻസ്, സർവ രാഷ്ട്ര സംഘടന. ബൈബിളും ചരിത്രവും നാളെ ഇതെല്ലാം നിങ്ങൾക്ക് പൂർണ്ണം കിട്ടും. അത് കഴിഞ്ഞ് 2ാമത്തെ കഴിഞ്ഞു. 3ാം യുദ്ധം 1939-45 2ാം ലോക മഹായുദ്ധം. 5.5 കോടി പേർ മരിച്ചു. അന്നൊരു സംഘടന വന്നു, യുണൈറ്റഡ് നേഷൻസ്, ഇന്നത്തെ ഐക്യരാഷ്ട്ര സംഘടന. അന്നൊരു രാജ്യം സ്വതന്ത്രമായി. 48 മെയ് 14 ഡേവിഡ് ബെൻഗൂറിയോൻ കൊടി ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വന്നു, അത്തി തളിർത്തു. 57 ഇസ്രയേലിന് 9 വയസ്സ്. അറബ് രാജ്യങ്ങൾ അവനെ ആക്രമിച്ചു. അനേകം പേർ മരിച്ചു. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച്. 1967 ഏറ്റവും നിർണായകമായ യുദ്ധം. 19 വയസ്സുള്ള ഇസ്രയേൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് 6 അറബ് രാജ്യങ്ങൾ ആക്രമിച്ചു. അറബ് ഇസ്രയേൽ വാർ. നാളെ ചിന്തിക്കും. ജെറുസലേം പിടിച്ചെടുത്തു. പിന്നെ 70 മുതൽ 80 വരെ ഇവിടെ ഒരു യുദ്ധം നടന്നു. ഇറാഖ് യുദ്ധം. അതെങ്കിലും കേട്ട ആരെങ്കിലും ഒന്ന് കൈ ഉയർത്തിയാട്ടെ. ഇറാഖ് 10 വർഷം അടിച്ചെന്ന്. ആരും കേട്ടിട്ടില്ലയോ? ചെമാരൊന്നും കൈ ഉയരുന്നില്ലല്ലോ. സ്വോത്രം. പേപ്പർ, ജോൺ പാസ്റ്റർ പേപ്പർ ആരും വായിക്കുന്നില്ലോ. ഇവിടെ ഇത്ര ബൈബിൾ പിന്നെ വായനശാലയൊക്കെ ഇവിടെ കിടക്കുന്നല്ലോ. പണ്ട് ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട് രാമചന്ദ്രൻ വയലും വീടും. അതിൻ്റെ പുറകെ വായിക്കത്തില്ല ഇറാഖിൻ്റെ മേളയിൽ ബോംബിട്ടെന്ന്. സ്വോത്രം. സന്തോഷമില്ലല്ലോ. സുഷമ്മയുടെ വാർത്ത കേട്ട് ആരും ഇല്ലയോ ചിന്നമ്മാമ ഇവിടെ? പണ്ട് നമ്മുടെ ഒരു ഓൾ ഇന്ത്യ റേഡിയോ ഒരു സുഷമ്മയില്ലായിരുന്നു. ഓൾ ഇന്ത്യ റേഡിയോ വാർത്തകൾ വായിക്കുന്നത് സുഷമ്മ. ഇന്ന് ഉച്ചയ്ക്കുണ്ടായ ഇറാൻ ആക്രമണത്തിൽ ഇറാഖിൻ്റെ ബാഗ്ദാദിൽ ബോംബ് വീണു. അപ്പം റേഡിയോയ്ക്ക് കിർ ഒരു പൊട്ടിത്തെറി. അന്നേരം വീട്ടിൽ അമറാച്ചാൻ പറയും, ആ സുഷമ്മയ്ക്ക് ഇച്ചിരി കരിപ്പോട്ടി വെള്ളം കൂടെ അവിടെ തൊണ്ട പോയിരിക്കുമെന്ന്. സ്വോത്രം. തൊണ്ട പോയതല്ല, അന്ന് വരുന്നൊരു തലമുണ്ട്. ആകാശത്തിൻ്റെ തട്ടുകൾ. ആകാശത്തിന് എത്ര തട്ടുണ്ട്? PSC കോച്ചിന് പോകുന്ന എത്ര പിള്ളേരുണ്ട്? എഴുതിക്കോ. സ്ട്രാറ്റോസ്ഫിയർ, ഓസോൺ, ട്രോപ്പോസ്ഫിയർ, അയണോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ചായ ഭാഷക്ക് മേടിച്ചു കൊടുക്കണം. അതിൻ്റെ ഈ കൊടപ്പനക്കുന്നിലും ആ തിരുവനന്തപുരത്തെ റേഡിയോ നില വെഴുതക്കാടും ഒക്കെ വരുന്നത് സിഗ്നൽ ഈ അയണോസ്ഫിയറിൽ കൂടെ വരുമ്പോൾ ഇടിയും മിന്നലും ആ പൊട്ടലും ചീറ്റലും. ഇപ്പം അതാണോ? ഇപ്പം നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്കല്ല FM വന്നില്ലേ മൊബൈൽ. അതുകൊണ്ട് എല്ലാം ഇടിവെട്ടിയാലെന്തോ മിന്നലേറ്റാലെന്തോ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഴുത്ത് പിന്നെ ഏലി പുരോഹിതൻ്റെ മക്കളുടെ കണക്ക് 2 ഇയർഫോൺ ഇരിക്കില്ലേ? ലജ്ജാവതിയെ നിൻ്റെ കള്ളക്കണക്കണ്ണിൽ. ഇടിവെട്ടിയാലെന്തോ മഴ അടിച്ചാലെന്തോ. സ്വോത്രം. അതിൻ്റെ പേരാ FM ട്രാൻസ്മിറ്റർ. സന്തോഷമില്ലല്ലോ. സയൻസ്. ബാക്കി ഞാൻ തൊടുന്നില്ല. സ്വോത്രം. അങ്ങനെയെങ്കിൽ 90-ൽ അടുത്ത യുദ്ധമുണ്ടായി. കുവൈറ്റ് ഇറാഖിനെ ആക്രമിച്ചു സദാം ഹുസൈൻ. ശരിയല്ലയോ? ഇപ്പം ബൈബിൾ ഇപ്പം റെഡിയായോ? യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് കഴിഞ്ഞ 100 വർഷത്തെ ചരിത്രം ഞാൻ എടുത്തോളൂ. നിങ്ങൾ കേൾക്കും.
കോവിഡിൻ്റെ മറവിൽ ഒരു യുദ്ധം. ആ യുദ്ധമാ റഷ്യ ഉക്രൈനെ ആക്രമിച്ചു കഴിഞ്ഞ ഫെബ്രുവരി മാസം 24. ഇനി ഈ യുദ്ധം ഒരു ലോകമഹായുദ്ധത്തിലേക്കാണ്. CPM-ന്റെ സംസ്ഥാന സമ്മേളനം പാലക്കാട് തുടങ്ങുമ്പോൾ നെയ്യാറ്റിൻകരയിൽ നിന്ന് സഹോദരന്മാർ ദീപശീക വഹിക്കും. രക്തസാക്ഷികൾ സിന്ദാബ, ദീപശീക പാലക്കാട്ടേക്ക്. കണ്ണൂരിൽ BJP-യുടെ സമ്മേളനം നടക്കുമ്പോൾ പാറശാല എന്ന BJP-യിലെ സഹോദരന്മാർ ബലിദാനികൾ സിന്ദാബ എന്നും പറഞ്ഞ് ഇത് കൊണ്ടുപോകും. തീർന്നില്ല. ഏഷ്യാഡ് മോസ്കോയിൽ തുടങ്ങുമ്പോൾ നമ്മുടെ PT ഉഷ ദീപശീകാട്ട് ന്യൂഡൽഹിന്നേ പോവും. ആ ചാല ഈ യുദ്ധം. എന്താ റഷ്യ ഉക്രൈൻ യുദ്ധം? ഏഷ്യാനെറ്റിലെ വിനുവോ മാതൃഭൂമിയിലെ സ്മൃതിയോ അല്ലെ മനോരമയിലെ ജോണി ലൂക്കോസ് അല്ല, രാഷ്ട്രീയവും ചരിത്രവും പഠിച്ചവർ പറയുന്നത് കേൾക്കണം. എന്താ? ലോകത്തിൽ 2 വൻശക്തികളാണ്. അതിലൊന്ന് അമേരിക്ക, 51 സ്റ്റേറ്റ്, 38 രാജ്യങ്ങളുടെ സഖ്യം നാറ്റോ. തീർന്നില്ല. രണ്ടാമത്തെ സഖ്യമാ USSR, യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് സോവിയറ്റ് റിപ്പബ്ലിക്. റഷ്യ അവൻ ഏറ്റവും വലിയ ശക്തിയാണ്. ആ 2 ശക്തികളാണ് ലോകത്തിൽ വലുത്. അവനോട് ചേർന്ന് കുറേ രാജ്യങ്ങളുമുണ്ട്. നാളെ ചിന്തിക്കും. അങ്ങനെയെങ്കിൽ 1980-ൽ സോവിയറ്റ് യൂണിയനിൽ ഒരു ഭരണാധികാരി വന്നു. CPM പഠിക്കുന്നവർക്കെല്ലാം അറിയാം. വിളപ്പിൽശാല EMS അക്കാഡമി അവർ ക്ലാസ് എടുത്തു തരും. അതിൻ്റെ പേരാ ഗ്ലാസ്നെസ്റ്റും പെരിസ്ട്രോയിക്കും. ഈ മീഖായിൽ ഗർബച്ചോവ് വന്നപ്പം പിടികിട്ടി ഈ ജനങ്ങൾക്കെല്ലാം ഇനി ഭക്ഷണം കൊടുക്കാൻ പറ്റത്തില്ല, വീട് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് റഷ്യയെ വെട്ടിമുറിക്കണം. 17 റഷ്യയെ വെട്ടിമുറിച്ചു. പക്ഷേ റഷ്യയോട് ചേർന്ന് 6 രാഷ്ട്രങ്ങൾ റഷ്യയുടെ കവറിങ്ങിലാണ്. പക്ഷേ ഭരണാധികാരികൾ വേറെ ആയിരിക്കും. അതാ താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ. എല്ലാം എന്നും ഇതിൻ്റെ കൂടാ. ബാക്കി നിങ്ങളുടെ പിള്ളേർ MBBS പഠിക്കാൻ പോയ ജോർജിയ, അർമീനിയൊക്കെ വേറെ കിടക്കുക. സ്വോത്രം. ഇത് ബൈബിളും ചരിത്രമാണ്. അപ്പോൾ ഈ റഷ്യ ഇങ്ങനെ നിന്നപ്പോൾ ഇദ്ദേഹം അങ്ങ് പോയി. ആരാ? ഈ റഷ്യയുടെ പ്രസിഡന്റ് നമ്മുടെ മീഖായിൽ ഗർബച്ചോവ്. 2000-ൽ കഴിഞ്ഞ ശേഷം ഇന്ന് റഷ്യയിലൊരു ഭരണാധികാരിയുണ്ട്, വ്ളാഡിമിർ പുടിൻ. ആ ഭരണാധികാരി ഭരണത്തിൽ വന്നപ്പോൾ 2ാം ലോക മഹായുദ്ധത്തിനകത്ത് ഒരമ്മയുടെ മകനായി ഒരുവൻ ഉക്രൈനിലേക്ക് വന്നു. ആ അമ്മ ഉക്രൈനിൽ വന്നു. അവരിലുണ്ടായ കുഞ്ഞ ഇന്ന് ഉക്രൈൻ്റെ ഭരണാധികാരി സെലൻസ്കി, യഹൂദൻ. സ്വോത്രം. യഹൂദൻ ആരുമായിട്ടാണ് ബന്ധം? റഷ്യയായിട്ട് അവന് ബന്ധമുണ്ടോ? ഇന്ത്യയായിട്ട് സൈനിക കരാറേ ഉള്ളൂ, വേറെ ഒന്നും ബന്ധമില്ല. അവൻ ലോകരെ എല്ലാം വിളിക്കുന്ന ജാതികളെന്നാണ്. സന്തോഷമില്ലല്ലോ, നാം എല്ലാം ജാതികളാണ്. അതുകൊണ്ട് അവൻ ആരുമായിട്ടും ബന്ധമില്ല. അപ്പം ഇവൻ എന്ത് ചെയ്തു? ഈ യഥാർത്ഥ സംഭവം ആരാ? ഈ സെലൻസ്കി വന്നപ്പോൾ സെലൻസ്കി 2013 അമേരിക്കയുടെ പ്രസിഡന്റ് ആരായിരുന്നറിയാമോ? ബരാക് ഒബാമ. ബരാക് ഒബാമയ്ക്ക് കത്ത് കൊടുത്തിട്ട് പറഞ്ഞു, സാറേ ഞങ്ങളെ ഈ രാഷ്ട്രത്തെ നാറ്റോയിൽ ചേർക്കണം. അപ്പോൾ ബരാക് ഒബാമ പറഞ്ഞു, പണ്ടൊരു കരാറുണ്ട്, ഇത് ഇവിടുത്തെ ഒറ്റ ചാനലുകാർക്കും അറിയത്തില്ല. 1971-ൽ റഷ്യയുടെ പ്രസിഡന്റും അമേരിക്കയുടെ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി, ആ ജോൺ എഫ് കെന്നഡിയായിട്ടൊരു കരാറുണ്ട്. റഷ്യയുടെ ചുറ്റുമുള്ള ഒറ്റ രാഷ്ട്രങ്ങളെ ഞങ്ങൾ നാറ്റോയിലെടുക്കത്തില്ല. ഈ കരാർ മേശത്ത് പിറപ്പിത്തിരിപ്പുണ്ട്. അതുകൊണ്ട് ഈ ഉക്രൈന് റഷ്യ ഇവന്മാരെടുക്കാത്ത അമേരിക്ക. അത് കഴിഞ്ഞ മിണ്ടായിരുന്നു. അപ്പോഴേ പുട്ടിന് പിടികിട്ടി. 2014-ൽ ആഗോള രാഷ്ട്രീയവും അതുപോലെ തന്നെ ബൈബിൾ പ്രവചനവും പഠിക്കുന്ന ഒരാളാണ്. 2014-ൽ ക്രിമിയ, റഷ്യയോട് ചേർന്ന ബോർഡർ, നമ്മുടെ കളിക്കാവുള്ള മാർത്താണ്ഡ ബൈപ്പാസാ ഈ ക്രിമിയയും ഈ ഉക്രൈനായിട്ട് കിടക്കുന്നത്. അത് പിടിച്ചതിൻ്റെ അന്ന് കേരളത്തിൽ പ്രസംഗിക്കുന്ന പല പ്രവചനക്കാരോട് ഞാൻ പറഞ്ഞു, പാസ്റ്റർമാരെ നിങ്ങൾ എഴുതി വെച്ചോ, ഈ റഷ്യ ഉക്രൈനെ ആക്രമിക്കും, അതിനായി ക്രിമിയ പഠിച്ചതെന്ന്. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ മിണ്ടാതിരുന്നു. 2016-ൽ അമേരിക്കയിൽ ഒരു പ്രസിഡന്റ് വന്നു. അവൻ്റെ പേരാ ഡൊണാൾഡ് ട്രംപ്. ഞാൻ അയാൾ വിളിക്കുന്ന വായാടി ട്രംപ് എന്നാ. സ്വോത്രം. നല്ല മനുഷ്യനാ. പക്ഷേ കോവിഡ് വന്നപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞെന്ത്, ഇംഗ്ലീഷുകാർക്ക് എതുക്ക് കോവിഡ്, ഞങ്ങൾ വൈറ്റ് പീപ്പിളാന്ന്. സ്വോത്രം. ഏതോ ഒരു പനിന്ന് 10 ലക്ഷം പേര് ചത്ത്. ട്രംപിൻ്റെ ബാക്കി മാസ്കം കയറ്റിയപ്പോഴാണ് പറഞ്ഞു, ഇത് പെരിയ കോവിഡാന്ന്. സ്വോത്രം. ട്രംപ് ഒരഴിമതിയും ചെയ്തില്ല. പക്ഷേ ഈ കോവിഡ് എന്താണെന്നറിയാതെ പണി ചെയ്തിട്ട് അവൻ്റെ കസേര പോയി. അതുകൊണ്ടാണ് വായാടി ട്രംപ് എന്ന് വിളിക്കുന്നത്, വേറെ കുഴപ്പമൊന്നുമല്ല. സ്വോത്രം. അവന് കത്ത് കൊടുത്ത് അവനെടുത്തില്ല. 2020 ഈ കഴിഞ്ഞ 20 കോവിഡിൽ ഈ സെലൻസ്കി ഭയങ്കര പുള്ളി, അവനെ കൊല്ലാൻ പറ്റിയല്ല. നാളെ ഞാൻ പറഞ്ഞു തരാം ബാക്കി, നേരത്തെ വന്നാൽ മതി. അപ്പോൾ അവൻ 2 കത്ത് കൊടുത്തു. ഒന്ന് യൂറോപ്പിന് കത്ത് കൊടുത്തു, അതിനുശേഷം അമേരിക്കയ്ക്കും കത്ത് കൊടുത്തു, ഞങ്ങളെ ചേർക്കണം. അപ്പോഴേ പുട്ടിന് പിടികിട്ടി
അപ്പം ഈ ആഴ്ച IPC ഷാരൂൺ, അടുത്ത ആഴ്ച AG, പറ്റുമെങ്കിൽ CSIയിലും പോകും. സന്തോഷമില്ലല്ലോ, ഇനി വെച്ചുകൊണ്ട് കാര്യമില്ല. സ്വോത്രം പറയാം. എന്താ കുഴപ്പം? ഇനിയുള്ള കാര്യം കുളത്താമലുകാർ കേൾക്കണം. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയോ രാഷ്ട്രത്തെ വിമർശിക്കത്തില്ല. റഷ്യയുടെ തൊട്ടടുത്ത ഉക്രൈൻ, കന്യാകുമാരിയും അതുപോലെ തന്നെ നമ്മുടെ പാറശാലയും. ഈ ഉക്രൈനെ അമേരിക്ക കയ്യിലാക്കിയാൽ അവിടെ ആദ്യം എന്തോ ചെയ്യും? ഒരു വിമാനത്താവളം കൊണ്ടുവരും. എന്തോ ചെയ്യും? അമേരിക്ക റഡാർ അവിടെ വെക്കും. ഈ ദിവസമേ ശ്രീലങ്കയിൽ ഒരു തുറമുഖമുണ്ട്, ഹമ്പൻ തോട്ട തുറമുഖം. 1500 കോടി ചൈനയുടെ നിന്ന് വട്ടിപ്പലിശയ്ക്ക് മേടിച്ചതാണ്. അവിടെ താവളം ഉണ്ടാക്കാൻ പോവാ. കഴിഞ്ഞ ദിവസം ഒരു കപ്പൽ വന്നു, യുവാങ് 5, പേപ്പർ വായിക്കണം, സരിതേ സ്വപ്നയല്ല. അത് വന്നപ്പം കടക്കൂട്ടത്ത് പാലത്തെ കയറിയ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, ജയശങ്കർ. അങ്ങനെ വല്ലതും കേട്ടായിരുന്നു? എന്തിനാ കടക്കൂട്ടത്ത് വന്ന് പാലത്തെ കൈ കാണിച്ചത്? ശശി തരൂരിനെതിരെ നിൽക്കാനാ. രാഷ്ട്രീയക്കാർ എഴുതി വെച്ചിട്ട് ചായ മേടിച്ചാ. സ്വോത്രം. ബാക്കി ഇവിടുത്തെ BJPക്കാരൊന്നും ശരിയല്ല. അതുകൊണ്ട് മോഡി സാർ പാലത്തെ കൊണ്ടുവന്ന് പ്രൈസലോട് കാണിച്ചതാ ജയശങ്കറിനെ. ഇതൊക്കെ മനസ്സിലാക്കണം. രാഷ്ട്രീയം പഠിക്കണം. പോസ്റ്റ് ഒട്ടിക്കാൻ പോയിട്ട് കാര്യമില്ല. സ്വോത്രം. അത് കണ്ടപ്പോഴാണ് നമ്മുടെ കടകംപള്ളി എല്ലാം കൂടെ എന്തിനാ പാലത്തെ കയറിയെന്ന് ചോദിച്ച. സ്വോത്രം. ഇതൊക്കെ മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ ജയശങ്കർ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ശ്രീലങ്കയോട് പറഞ്ഞ് കപ്പൽ അടുപ്പിക്കല്ലെന്ന്. അപ്പം ചൈന പറഞ്ഞ് ഞങ്ങളുടെ നിന്ന് മേടിച്ച് 1500 കോടി ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. കപ്പൽ അവിടെ അടുത്തു. കപ്പൽ അടുത്തപ്പോൾ എത്ര സിഗ്നൽ കിട്ടും? കൂടംകുളം ആണവ നിലയം, കൽപ്പാക്കം നിലയം, ശ്രീകരിക്കോട്ട, പാങ്ങോട് മിലിറ്ററി ക്യാമ്പ്, നമ്മുടെ എയർപോർട്ട്, ഇതെല്ലാം ഇവൻ സിഗ്നൽ എടുക്കും. 750 കിലോമീറ്റർ. അന്നേരം ഇന്ത്യ ഒരു ബുദ്ധി ചെയ്ത് 4 സാറ്റലൈറ്റ് വഴി ജാമാക്കി ഇൻ്റർനെറ്റ് പരിപാടി. അതിലിപ്പോൾ കപ്പൽ തിരിച്ചു പോവുക. അപ്പം പിടി കിട്ടിയല്ലോ. ഈ കപ്പൽ ഡൽഹിയിൽ വന്നാൽ, ഇവിടെ ശ്രീലങ്ക വന്നാൽ നമ്മുടെ രഹസ്യം പിടിക്കും. അമേരിക്കയുടെ ഒരു എയർപോർട്ട് റഷ്യ വന്നാൽ പിന്നെ എന്തിനാ അവർ ജീവിച്ചിരിക്കുന്ന? സകലതും അവ ഊറ്റത്തില്ലയോ? സന്തോഷമില്ലല്ലോ. ഞാൻ ഇപ്പോൾ സുവിശേഷം പ്രസംഗിക്കുക, കേൾക്കണം. ഒരു നാടൻ ഭാഷ. എൻ്റെ വീട്, ഞങ്ങൾ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് വന്നതാ. പല ഇവിടെയുള്ള സുഹൃത്തുക്കളും എൻ്റെ വീട്ടിൽ വന്നിട്ടുമുള്ളതാ. 55 വീടുകൾ എൻ്റെ അപ്പൻ വഴി ഇപ്പുറത്തും അപ്പുറത്തും കിടക്കുക. അപ്പം പള്ളിയിൽ 40 പിന്നെ പള്ളികളുടെ സുവിശേഷകന്മാരുന്നു. ഞങ്ങൾ വീടിൻ്റെ മെയിൻ ഗേറ്റ് കയ്യാലയുണ്ട്. അപ്പുറത്തോട്ട് ദേവനേശൻ ഭാഷ എല്ലാ കയ്യാലയും നിരന്ന് കിടക്കുക. സ്വോത്രം. അപ്പം ഈ അതിർത്തികളെല്ലാം കുറ്റി അടിച്ചിട്ടുണ്ട്. അപ്പുറത്തെ അപ്പൻ്റെ ചേട്ടൻ്റെ മോൻ ഇവിടെ ഗൾഫിലാണ്. അമ്മാമ്മ ഇച്ചിരി മുറ്റിയ സൈസ് നമ്മുടെ ബന്ധുക്കോസുകാരാണൊക്കെ സമുദായത്തിലാന്നേലും. ഞാനൊരു ദിവസം യോഗം കഴിഞ്ഞ് വീട്ടിൽ, ഇന്ന് രാത്രി യാത്രയാണ്, 12:30 വീട്ടിൽ ചെന്നപ്പോൾ കാപ്പിയൊക്കെ കുടിച്ച് ഭാര്യ പറഞ്ഞു, അച്ഛാ ഒരു വലിയ കൊടിഞ്ചതിയായിപ്പോയി. ഞാൻ പറഞ്ഞു, എന്തുവാ കൊടിഞ്ചതി? അപ്പുറത്തെ റോസമ്മാമയെ ഇന്ന് പണിക്കാരനെ കൊണ്ട് നമ്മുടെ കയ്യാലയുടെ ബോർഡറിൽ 4 ടീൻറ്റുടി തെങ്ങും തൈ വെച്ചിരിക്കുന്നെന്ന്. സ്വോത്രം. കേൾക്കണേ. ഞാൻ ഇത് വലിച്ചു വിടുവാൻ പറ്റുമോ സുജിത്തെ? എൻ്റെ കാര്യം പോയില്ലേ പുഴുത? സ്വോത്രം. ഇപ്പം തന്നെ സ്റ്റേജിൽ നിൽക്കുന്നത് എന്തെല്ലാം ത്യാഗം സഹിച്ച. സ്വോത്രം. നാളെ ഈ തെങ്ങും തൈ പുഴുതാൽ നാളെ പരസ്യം വരും. അമേരിക്ക വരെ പോവും. ഇതറിയാം, പ്രസംഗിക്കുന്ന പാസ്റ്റർ അയൽക്കാരൻ്റെ 4 തെങ്ങും തൈ ഊരി. സ്വോത്രം. അപ്പം ഇത്രയും ബിരുദാനന്ദ ബിരുദവും തലേ ആൾവാസമുള്ള ഞാൻ ഭാര്യയോട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, LDF വരും, എല്ലാം ശരിയാകും, ഞാൻ ശരിയാക്കി തരാം. രാവിലെ ഞാൻ പോയി നല്ല ഒന്നാന്തരം പോച്ചക്കടിക്കുന്ന മരുന്നുണ്ട്, അതിൻ്റെ പേരാ ഗ്ലൈറ്റാബ്. കാരക്കോണം, മഞ്ചവിളാകം. അത് കഴിഞ്ഞിട്ട് തോലടി. ഇവിടെ ഉള്ള ആൾക്കാർ ഇനി റബ്ബറിൻ്റെ ചവിട്ടി അടിക്കാൻ ആ മഞ്ഞ കളർ കുപ്പി മേടിക്കരുത്. ടാറ്റയുടെ മരുന്ന് മേടിക്കണം. 350 രൂപ, 1-700 ഗ്ലൈറ്റാബ്. നല്ല മരുന്ന്. ചായ എനിക്ക് മേടിച്ച് തരണം. സ്വോത്രം. 6 മാസത്തേക്ക് പോച്ച കിളക്കത്തില്ല. നല്ല മരുന്ന് ഗ്ലൈറ്റാബ്. അത് കഴിഞ്ഞിട്ട് DDT കൂടെ മേടിച്ച് പിള്ളേരുടെ സൈക്കിൾ പമ്പുണ്ട്, അതിനകത്ത് പമ്പ് ചെയ്തിട്ട് പിറ്റേന്ന് ഉച്ചയ്ക്ക് നെയ്യാറ്റിങ്കര കൺവെൻഷൻ. രാത്രി ഞാൻ വീണ്ടും ചെന്ന് കഴിഞ്ഞപ്പോൾ ഭാര്യയോട് ചോദിച്ചാൽ എല്ലാവരും ഉറങ്ങിയോ? ലൈറ്റ് എല്ലാം ഓഫാ. അച്ഛൻ വിഷമിക്കണ്ട. ഞാൻ നേരെ ഈ പമ്പെടുത്ത് തെങ്ങിൻ്റെ മണ്ടയിൽ ഒരൊറ്റയടി ഒരു പാട്ട്. എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. സ്വോത്രം. ആരും അറിഞ്ഞില്ല. പിന്നെ സ്ഥിര യോഗമില്ല, ഞാൻ കാണുന്നില്ല. 6 ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത അമ്മാമ്മയോട് ചോദിച്ചു, അച്ഛൻ്റെ ഫോണൊക്കെ ഉണ്ടോ? സുഖമായിരിക്കുന്നു? ഉണ്ട്. എന്നാലും ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നമ്മാമ്മ, ഈ ചെല്ലി ഇത്രയും കൊടുംചതി ചെയ്തല്ലേ, 4 തെങ്ങും തൈ ഒറ്റയടിക്ക് കുത്തിയല്ലേ. ഇതിൻ്റെ പേരാ ബൈബിൾ. പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിർമ്മലതയും. സന്തോഷമില്ലല്ലോ. ഈ പള്ളിക്ക് ഈ മണി മതി, ഇത്രയൊക്കെ കേട്ടാൽ മതി. സ്വോത്രവും. ഇന്ന് രാത്രി അതുപോലെ റഷ്യയുടെ അതിർത്തി കൊണ്ടുവന്ന് ഉക്രൈനകത്ത് അമേരിക്ക വിമാനത്താവളം ഉണ്ടാക്കിയാൽ എന്തു ചെയ്യും? ഒരന്തിമ അടിയിലേക്ക് പോകും. ഇന്ന് ഉക്രൈൻ ആരാ പാല് കൊടുക്കുന്നത്? സൈനിക സഹായം കൊടുക്കുന്നത് അമേരിക്ക. അങ്ങനെയെങ്കിൽ ഈ യുദ്ധം അറബ് രാജ്യങ്ങളെ കേന്ദ്രീകരിച്ച് ഇസ്രയേലിലേക്ക് നീങ്ങും. ബൈബിൾ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ട് പോകരുത്. അത് സംഭവിക്കാനുള്ളത് തന്നെ. റഷ്യ ഉക്രൈൻ്റെ ബാക്കി ഭാഗം നാളെ വരും. ഇനിയുള്ള അടിയാരാം അടുത്ത പറഞ്ഞു തരാം. ചൈന
തൈവാനെ അടിക്കും. ഇപ്പോഴത്തെ കരമുയരുന്നില്ലല്ലോ. പത്രത്തിൽ വാർത്ത കേട്ട ആരുണ്ട്? എന്താ ചൈന തൈവാൻ? അതുകൊണ്ടാണ് ഞാൻ പറയാം 5 മിനിറ്റ് കൂടിയിരിക്കണം, നാളെയും കൂടെ എനിക്ക് സമയമുള്ളൂ. ഇല്ല, അത് കഴിഞ്ഞിട്ട് കണ്ണൂരിന് പോകേണ്ടോ. സ്തോത്രം. ഈ ചൈനയുടെ കീഴിലുള്ളൊരു രാഷ്ട്രമായിരുന്നു ദ്വീപ തൈവാൻ. ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ, അതുപോലെ തന്നെ ലക്ഷദ്വീപ് പോലൊരു ദ്വീപ. 1970 UN ഒരു കരാറുണ്ടായിരുന്നു. ഇവിടെ നെയ്യാറ്റിങ്കര പ്രസംഗിച്ച ഒരു രാഷ്ട്രീയക്കാർക്കും ഇതൊന്നും അറിയത്തില്ല. 1970 UN ഒരു കരാറുണ്ടായിരുന്നു. തൈവാൻ 50 വർഷം റിലീസ് സ്വാതന്ത്ര്യം, 2020 ചൈനയോട് ചേരണം. ഇതാ കരാറ്. പക്ഷെ 2020 കോവിഡ് ആയിപ്പോയി. അപ്പോൾ ഈ തൈവാനോട് ചൈന മിണ്ടിയിൽ. ഇപ്പൊ കോവിഡ് പറഞ്ഞപ്പോൾ ചൈന പറഞ്ഞു തൈവാൻ ഞങ്ങളുടെ കസ്റ്റഡി വരണം. ഈ തൈവാൻ ആക്രമിക്കപ്പെട്ടാൽ ചെറുപ്പക്കാർ ശ്രദ്ധിക്കണം, 4 കാര്യം ഇവിടെ തകരും. 1, മൊബൈലിൻ്റെ സിം മുഴുവൻ തൈവാനിൽ നിന്ന്. 2, നമ്മുടെ ATM കാർഡിൻ്റെ മുഴുവൻ ഇന്നോടുന്ന ഇതിനകത്ത് ആ മാഗ്നറ്റിക് പവർ തൈവാനിൽ നിന്ന്. 3, കാറിൻ്റെ വണ്ടിയുടെ ഇൻറ്റീരിയറിൽ ഉപയോഗിക്കുന്ന മൈക്രോ ചിപ്പുകൾ മുഴുവൻ തൈവാൻ്റെയാണ്. അത് തകർന്നാൽ ലോകം തകരും, ട്രാൻസാക്ഷൻ. അതുകൊണ്ട് അമേരിക്കയിൽ നിന്ന് മറിയാമ്മ വന്നില്ലേ, അമേരിക്കയുടെ വൈറ്റ് ഹൗസിൻ്റെ സെക്രട്ടറി അന്ന് നാൻസി പൗലോ, കേട്ടോ, ഇതൊക്കെ എഴുതി പോയി. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് അമേരിക്കയുടെ അടുത്ത് വന്ന് മൈക്കൽ പോംബെ, ട്രംപിൻ്റെ ആൾക്കാർ ഇന്നും ചൈനയുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ ഈ തൈവാനെ ആക്രമിച്ചാൽ നിങ്ങൾ ആക്രമിക്കപ്പെടും. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. കോവിഡിൽ ചഞ്ചലപ്പെട്ടു പോരുത്. അടുത്ത 3ാമത്തെ അടി നടക്കാൻ പോകുന്നു. ആരെ ആക്രമിക്കും? പെട്ടെന്ന് ഇപ്പം നിർത്തി തരാം. അടുത്ത അടി ഇറാൻ. ആരെ ആക്രമിക്കും? ഇസ്രയേലിന് നേരെ ഒരു മിസൈൽ അയക്കാൻ സാധ്യത. പക്ഷേ അതിനു മുമ്പ് ഇസ്രായേൽ ഇറാനെ അടിക്കും. കഴിഞ്ഞ ദിവസം ഒരു എഴുത്തുകാരനെ അറിയാമോ? സൽമാൻ റുഷ്ദി. കേട്ടവരുണ്ടോ? മലയാളത്തിൽ പേപ്പർ വായിച്ചവർ? നിങ്ങളിതൊക്കെ വായിക്കണം. ബൈബിളും പണ്ടൊരു ഉപദേശി കോട്ടയത്തെ കണ്ട് പറഞ്ഞെന്ന് പറഞ്ഞു, മത്തായി 24 പേപ്പറോട് എടുത്തിട്ട് ഹല്ലേലൂയ പറയണം, കർത്താവ് വരാറായിരുന്നു. സ്വോത്രം. പെന്തിക്കോസുകാർക്ക് പറയാ സ്വോത്രം. സൽമാൻ റുഷ്ദിയെ കുത്തിയതാര വെന്റിലേറ്ററിൽ കിടക്കുക. അത് ഇറാന്റെ പിന്തുണയുള്ള ഒരുവൻ. ഇന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റ്, പ്രസിഡന്റ് യായർ ലത്തീഫ്. BBC പറയുന്നു അവർക്ക് ഇറാന്റെ ഭീഷണിയാ പാസ്റ്ററെ, യഹൂദം വിടുവോ? സ്വോത്രം. ഇനി അടുത്തത് ഇറാന്റെ മണ്ടയ്ക്ക് ആരടിക്കും? ഇസ്രായേൽ അടിക്കും. അവസാന അടി വരാൻ പോകുന്നു. ഇസ്രായേൽ സിറിയയെ ആക്രമിക്കും. ബൈബിൾ വായിക്കാം, 2 വാക്യം കൂടെ. യെശയ്യാ പ്രവചനം 17:1. ബൈബിൾ ഉള്ളവർ. ദമ്മേശകിനെ കുറിച്ചുള്ള പ്രവാചകം. ദമാസ്കസ്. അതാരാ? സിറിയയുടെ തലസ്ഥാന ഡമാസ്കസ്. നിങ്ങൾ കാണാൻ പോകുന്നത്, ഞാനിന്ന് പ്രസംഗിച്ചു പോയാലും ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വാർത്ത വായിക്കാം. ദമ്മേശക് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു. ഡമാസ്കസ് ഒരു പട്ടണമാകാതിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു. ഇറാൻ പറയുന്നു ഇസ്രയേലിനെ 1/2 മണിക്കൂറിനുകൊണ്ട് തീർക്കുമെന്ന്. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും. അതിന്റെ മതില് വായിച്ചാട്ട് പാസ്റ്ററെ. അത് ശൂന്യ കൂമ്പാരമായി തീരും. ശൂന്യ കൂമ്പാരമായി തീരും. അടുത്തത് മതി. അടുത്തത് സിറിയയെ ഇസ്രയേൽ ആക്രമിക്കും. അങ്ങനെയെങ്കിൽ കോവിഡിൽ ലോകം 2 ചേരിയിൽ, അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ. അതിനെല്ലാം ആർക്കെതിരെ? ചൈനയ്ക്കെതിരെ. മറ്റേ ആരൊക്കെ? അഫ്ഗാൻ, പാകിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, റഷ്യ, ചൈന. ഇവരെല്ലാം കൂടെ ആരെ ആക്രമിക്കും? ഇസ്രയേലിനെ ആക്രമിക്കും. ഉക്രൈനെ ആക്രമിക്കാനുള്ള ഒരു കാര്യം കൂടെ. ഉക്രൈനിൽ ഒരു നല്ല നദിയുണ്ട്, അതിൻ്റെ പേര് നിപ്പാർ. ഏറ്റവും നല്ല വെള്ളം. 2, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉണ്ടാക്കുന്ന 2 രാജ്യം ഏതാ? റഷ്യയും ഉക്രൈനും. അതുകൊണ്ടാണ് റഷ്യ ഉക്രൈൻ അടി തുടങ്ങിയപ്പം സഹോദരിമാർക്ക് സന്തോഷമില്ലല്ലോ. മോഡി സാറ് പറഞ്ഞെന്തോ, ഗോതമ്പ് കയറ്റുമതിയില്ല, വെള്ളയ്ക്കും നീലയ്ക്കും ആട്ടപ്പൊടിയില്ല, കരമുയരുന്നില്ലല്ലോ. സ്വോത്രം. ഇതൊക്കെ മനസ്സിലാക്കണം. ഇതാ ബൈബിള് പ്രവചനം. പഞ്ചസാര കയറ്റുമതി നിർത്തി, വിടുന്നില്ല ഇന്ത്യ. അടി മുമ്പോട്ടുണ്ടെന്നറിയാം, അതുകൊണ്ടാണ് ഇന്ത്യ വിടാത്തത്. വിലക്കയറ്റം ഒറ്റയടി 40%. ഇന്ന് രാത്രി ഈ റഷ്യ പറയുന്ന എന്താണെന്നറിയാമോ? 2 വാക്യം കൊണ്ട് ഞാൻ നിർത്തി, ഓടിപ്പോണ്ട. എന്താ കാര്യം? റഷ്യ പറയുന്നത് ഇസ്രയേൽ ഉക്രൈനെ സഹായിച്ചാൽ ഞങ്ങൾ ഇസ്രയേലിനെ അടിക്കും. ഇസ്രയേലിൻ്റെ സ്ഥലത്ത് കുറേ സ്ഥാപനമുണ്ട്. 1, റഷ്യയുടെ കുറേ അർമീനിയൻ പള്ളി ഇന്ന് ഇസ്രയേലിലുണ്ട്. കൊടുക്കോ? ഇസ്രയേൽ തിരിച്ചു കൊടുക്കോ? ഇല്ല. അത് കഴിഞ്ഞിട്ട് റഷ്യയുടെ ചില കോളനികൾ, 2ാം ലോക മഹായുദ്ധത്തിന് മുമ്പുള്ള ചില കോളനികൾ ഇന്ന് ഇസ്രയേലുണ്ട്. മലയാളം നെയ്യാറ്റിൻകരയിൽ നിന്ന് വീടും കൂടും വിറ്റുപറക്കി സുൽത്താൻ ബത്തേരി പോയ തോമാച്ചാൻ്റെ കൊച്ചുമക്കൾ പഴയ ആധാരത്തിൻ്റെ കോപ്പിയുമായിട്ട് നെയ്യാറ്റിൻകര വന്ന് വസ്തു വേണമെന്ന് പറഞ്ഞാൽ ദേവനേശൻ പാസ്റ്റർ ഇന്നുള്ളവർ കൊടുക്കുമോ? അവർ ഗുണ്ടുകാട് സാബുവിനെ അപ്പോഴേ വിളിക്കും, റെഡി. സ്വോത്രം. ഇത്രയുള്ള ബൈബിളിൻ്റെ പ്രവചനം. സെക്കരിയ
12:2-3 അന്നാളിൽ ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്കും ഞാൻ ഒരു പരിഭ്രമ പാത്രമാക്കും. 2, അതൊരു ഭാരമുള്ള കല്ലായി വരും കോവിഡിന്റെ മറവിൽ. 3, ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും. 4, അതിനെ ചുമക്കുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. അതാ നാളെ രാത്രി. അങ്ങനെയെങ്കിൽ ഈ റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കോ? 2 കാര്യം മാത്രം പറഞ്ഞ് നിർത്താൻ പോവോ? വായിക്കാൻ പാസ്റ്ററെ, എസെക്കിയേൽ 39:1-2. നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്. ഗോഗിനെ കുറിച്ച്, ഗോഗ റഷ്യ. നാളെ വാക്യം എടുത്തോളാം. അടുത്തത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. രോഷ്, മേശക്, തൂബൽ, റഷ്യ, മോസ്കോ, ടുബാസ്കോ എന്നിവയുടെ പ്രഭുവായ ഗോഗയെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ചു. 6-1 നിന്നിൽ 6 ശേഷിപ്പിച്ചു. കിടക്കുന്ന 6 വെട്ടിമുറിക്കും. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ. ആർക്കറിയാം? സഖാ VMS അറിയാമോ? AKGക്ക് അറിയായിരുന്നോ? ശ്രീ പിണറായി വിജയൻ അറിയാമോ? VS അറിയാമോ? കോടിയേരി സാറിന് അറിയാമോ? റഷ്യ 6 വെട്ടിമുറിക്കുമെന്ന്? ഇല്ല. 2600 കൊല്ലം മുമ്പ് ഭക്തനായ എസെക്കിയേൽ കേബാർ നദീതീരത്തിരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് റഷ്യ 6 വെട്ടിമുറിക്കപ്പെടും. ഇന്നു രാത്രി ഈ പുസ്തകത്തിനകത്ത് തെരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ? വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സ്വോത്രം. ഇതാ പ്രവചനം. ഒരു രാഷ്ട്രീയക്കാർക്ക് അറിയത്തില്ല റഷ്യ 6 വെട്ടുവന്നു. ദാ കിടക്കുന്ന ബൈബിളിൽ. നിന്നെ 6 ശേഷിപ്പിച്ച് എവിടെ വരാൻ പോന്നു? അടുത്ത വായിച്ചാട്ട്, അടുത്ത വാക്കൂടെ വായിച്ചാട്ട് കുഞ്ഞെ. അടുത്ത് 6 ശേഷിപ്പിച്ച് വടക്കേറ്റത്തുനിന്ന് പുറപ്പെടുവിച്ച് സിറിയ വരുന്നു. ഗോലാൻ കുന്നിലേക്ക് നാളെ ചിന്തിക്കാം. അവിടെ അടക്കേറ്റത്തുനിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. റഷ്യ ഉക്രൈന്റെ ബാക്കി പത്രമാ. എന്താ പത്രം? ആരെ ആക്രമിക്കും? അറബ് രാജ്യങ്ങൾ ഇസ്രയേലിനെ റഷ്യയുടെ നേതൃത്വത്തിൽ ആക്രമിക്കും. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെക്കുറിച്ചും നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിപ്പാനുള്ളത് തന്നെ. അപ്പൊ ആ അടിയപ്പ നടക്കും. അതുകൂടെ വായിച്ചാട്ടെ. അടിയപ്പ നടക്കും. ഒറ്റ വാക്യം കൊണ്ട് എസെക്കിയേൽ 36:24 പ്രവചനം. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്ന് നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. ഇസ്രായേൽ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരും. ക്ലിയർ കേൾക്കണം. ഈ കോവിഡ് നെയ്യാറ്റിൻകരക്കാരെന്ന് കണ്ടു. പക്ഷെ ഒരു കാര്യം, കോവിഡിന്റെ മറവിൽ അമേരിക്കയിൽ നിന്ന് 1 ലക്ഷം യഹൂദന്മാർ ഇസ്രയേലിലേക്ക് മടങ്ങി. ഇന്ത്യയുടെ വടക്കേ ഇന്ത്യയുണ്ട്. സൂചേട്ടത്തിന് പോയവർക്കറിയാം. അരുണാചൽ പ്രദേശ്, മിസോറാം. 264 പേർ ഡൽഹി എയർപോർട്ടിൽ നിന്ന് ഗുഡ് ബൈ. ഇപ്പൊ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയാ നഫ്താലി ബെനറ്റ് പറഞ്ഞ്, യഹൂദ സ്ത്രീയിൽ ജനിച്ച കുഞ്ഞുങ്ങളെല്ലാം മടങ്ങി വരാം. റഷ്യയിൽ നിന്നും ആൾക്കാർ മടങ്ങി. ഒരിടത്ത് യഹൂദൻ മടങ്ങി വരുന്നു. 2, ജാതികളുടെ പൂർണ്ണസംഖ്യ. 3, രാജ്യത്തിന്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടും. അപ്പോൾ എൻ്റെ കർത്താവ് മടങ്ങി വരും. ഇന്ന് രാത്രി സത്യവചനം ചങ്കിനകത്ത് കയറിയ ദൈവമക്കൾ പറയണം, വരുവാനുള്ളവൻ വരും, ഇനി താമസമേറെയില്ല. ഇന്ന് രാത്രി ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനിലോ തിരുവനന്തപുരത്ത് തമ്പാനൂർ ചെല്ലുമ്പോൾ 2 ടിക്കറ്റ് കിട്ടും. ഏതാ 2 ടിക്കറ്റ്? ഒന്ന് 10 രൂപയുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് തമ്പാനൂരിൽ. അവിടെ ചെല്ലുമ്പോൾ പെൺകുട്ടി വിളിച്ച് പറയും, ഗാഡി 1 നമ്പർ പ്ലാറ്റ്ഫോമേ തോടി സീതേർ ബാദ് ഭാഗം ചെയ്യുക. സംഭവിക്കുന്നത് എന്തോ? 10 രൂപയുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്താൽ അവന് ട്രെയിനിൽ കയറാൻ പറ്റത്തില്ല. അവന് ശരവണ എന്ന് ചായ കുടിക്കാം. പക്ഷേ 160 180 റിസർവേഷൻ എടുത്തവർക്ക് ഒരു ഉറപ്പുണ്ട്, എൻ്റെ കമ്പാർട്ട്മെൻ്റ് S3, എൻ്റെ ബർത്ത് 55. അവനറിയാം എൻ്റെ ട്രെയിൻ വരാറായി. ഇന്ന് രാത്രി ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ കേട്ടിട്ട് അപ്പച്ച അമ്മച്ചി കയ്യിലിരിക്കുന്ന ടിക്കറ്റ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എങ്കിൽ നീ വഴിയരികെ പട്ടുപോകാൻ സാധ്യത. എന്നാൽ രക്ഷയുടെ ടിക്കറ്റ് നീ കരസ്ഥമാക്കിയ ഇന്ന് രാത്രി വിളിച്ചു പറയണം, എൻ്റെ ട്രെയിൻ വരാറായി. മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. അവൻ്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. ഇന്ന് രാത്രി ഒരു കാര്യം കേൾക്കണോ? അനവധി പേർ ഈ ടൗണിനകത്ത് ഈ പ്രസംഗം കേൾക്കുന്നു. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താ? കമ്മ്യൂണിറ്റി ഓൺകോളജി ക്യാൻസറിൽ ഞാൻ റിസർച്ചിന് പോയപ്പോൾ അവിടെ വെച്ചൊരു ഭാഗം ഞാൻ പഠിച്ചു. അമേരിക്കയിലെ ഏറ്റവും വലിയ ക്യാൻസർ
സയന്റിസ്റ്റ് ഡോക്ടർ മാർക്ക്. അദ്ദേഹം രക്ഷിക്കപ്പെട്ടത് എവിടെ? നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിലല്ല. അദ്ദേഹം കാലിഫോർണിയയിൽ നിന്ന് കണക്റ്റിക്കട്ട് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പിറ്റേന്ന് ഡോക്ടർമാരെ ഒരു പെരിയ കോൺഫറൻസ് കേൾക്കണം. ഇന്ന് രാത്രി യേശു ജീവിക്കുന്നുവോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, അദ്ദേഹം യാത്രയ്ക്ക് വേണ്ടി എയർപോർട്ടിൽ വന്നു. 5:30 പ്ലെയിൻ പുറപ്പെടേണ്ടത്. 5:30 അദ്ദേഹം എയർപോർട്ടിൽ വന്നപ്പോൾ പ്ലെയിൻ 4:30 വന്നു. എയർപോർട്ട് അടച്ചിട്ടിരിക്കുന്നു. എയർപോർട്ട് മാനേജർ പറഞ്ഞു, അടുത്ത 24 മണിക്കൂറിൽ കാലിഫോർണിയയിൽ നിന്ന് ഒരു പ്ലെയിനും പോകത്തില്ല, കാലാവസ്ഥ പ്രതികൂലം. അദ്ദേഹം പറഞ്ഞു, അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പുള്ളി ഞാനാ, എനിക്ക് വേണ്ടി പ്ലെയിൻ തരണം. അവർ പറഞ്ഞു, ആര് പറഞ്ഞാലും തരത്തില്ല, താങ്കൾക്ക് കാർ എടുത്ത് പോകാം. ഡോക്ടറുടെ കൂടെ ആരുമില്ല. ഡോക്ടർ കാർ എടുത്തിട്ട് എന്തോ ചെയ്തു, തന്നെ ഓടിച്ചു. 4 മണിക്കൂർ കഴിഞ്ഞു. കാലിഫോർണിയയുടെ വനാന്തരം, അടുത്ത സ്റ്റേറ്റിലോട്ട് കയറാതെ ഭയങ്കര മഴ, വഴിയരികത്ത് ഒരു ചായയില്ല, കൈകാലുകൾ വിറയ്ക്കുന്ന നിരീശ്വരവാദി. ഒരു പോക്കറ്റ് റോഡിൽ പോകുമ്പോൾ ഒരു വീട്ടിൻ്റെ മുമ്പിൽ 2 ചിമ്മിനി വിളക്കുകൾ കത്തുന്നു. ഡോക്ടർ അവിടെ വണ്ടി നിർത്തി. അവിടെ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു. ഒരു സഹോദരി ഇറങ്ങി വന്നു. അദ്ദേഹം ഡോക്ടർ എന്ന് പറഞ്ഞില്ല. മൈ നെയിം ഈസ് മാർക്ക് സിസ്റ്റർ, കോൾഡ് ഈസ് ടു മച്ച്, ഗീവ് മീ പ്രിപ്പയർ ഫോർ എ കാഫി, എനിക്ക് വേണ്ടി നീ ഒരു കാപ്പി ഉണ്ടാക്കാൻ പറഞ്ഞു. ആ സഹോദരി പറഞ്ഞു, എന്താ പറഞ്ഞതെന്നറിയാമോ? സിറ്റ് യുവർ സീറ്റ്, ഐ മേക്ക് എ കോഫി ഫോർ വിത്ത് മീ 5 മിനിറ്റ്സ്, 5 മിനിറ്റ് കൊണ്ട് താങ്കൾക്ക് ഒരു കോഫി തരാം. അവൾ വെള്ളം ഹീറ്ററിൽ ഓണാക്കി. അവൾ ചാടി ഇറങ്ങി. ആ സമയത്ത് 2 മിനിറ്റ് വെള്ളം തിളച്ചപ്പോൾ അകത്ത മുറിക്കകത്തേക്ക് അവൾ ഓടി. കട്ടിലിനകത്ത് 4 വയസ്സുള്ളൊരു കുഞ്ഞ് കിടക്കുക, ഒരു ക്യാൻസർ രോഗിയ. ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്തെന്നറിയാതെ അവൾ പ്രാർത്ഥിക്കുക, മോനെ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേക്ക്. ഡോക്ടർ മാർക്കിൻ്റെ അടുത്ത് ദൈവം നിന്നെ കൊണ്ടെത്തിക്കും. അദ്ദേഹത്തിൻ്റെ അകത്തൊരു ഇടിവാൾ കയറിപ്പോയി. ഇന്ന് രാത്രി ഹല്ലേലൂയ കുളത്താമൽ കേൾക്കണം. ചായ കുടിച്ചിട്ട് അദ്ദേഹം ചോദിച്ചു, എന്താ നീ പ്രാർത്ഥിക്കുന്നത്? അപ്പം പറഞ്ഞ്, താങ്കളുടെ പേരുള്ള ഒരു പെരിയ ഡോക്ടർ അടുത്ത പട്ടണത്തിലുണ്ട്. എൻ്റെ മകന് ക്യാൻസറാ, ഭർത്താവ് മരിച്ചുപോയി, ഞാൻ വിധവയോ, ഈ കുഞ്ഞ് മരിച്ചു പോകുമെന്ന് ഇവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു. എൻ്റെ കയ്യിൽ കാശില്ല, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഡോക്ടർ കാണുക. ആ ഡോക്ടർ അവിടെ നിന്ന് എഴുന്നേറ്റു. നിൻ്റെ വീട്ടിൽ ബൈബിളുണ്ടോ? കൊണ്ടുവരാൻ പറഞ്ഞു. അവൾ ബൈബിൾ കൊണ്ടുവന്നു. ആ ഡോക്ടർ അവിടെ വെച്ച് ബൈബിൾ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രമാണ് ആ ബൈബിൾ ഉയർത്തിയിട്ട് പറഞ്ഞു, സഹോദരി, നീ അന്വേഷിക്കുന്ന ഡോക്ടർ മാർക്ക് നിന്റെ മുൻപിൽ നിൽക്കുന്ന ഞാനാ. അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞതാ, ഞാൻ കാലിഫോർണിയ എയർപോർട്ടിൽ വന്നപ്പോൾ എയർപോർട്ട് അടച്ചത്, കാറ് നിന്റെ വീട്ടിന് മുമ്പിൽ ചവിട്ടി നിർത്തിയത്, നിന്റെ പുരയ്ക്കകത്ത് ഞാൻ കടക്കണമെങ്കിൽ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രിയും ജീവിക്കുന്നു. ഇന്ന് രാത്രി കുളത്താമല് കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, എങ്കിലും താഴ്വരയിൽ കുഴികള വെട്ടിയാൽ നിന്റെ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് മറുപടി തരുവാ കരുത്തുറ്റൊരു കർത്താവ് ഈ 5ാമത് രാത്രി വന്നിട്ടുണ്ട്. ബഹുമാന്യനാം ആചാര്യനായി വാനിൽ അവൻ വാഴുകയാൽ. സ്വോത്രം. ഒരു ക്രൂസൈഡിലല്ല ഡോക്ടർ യേശുവിനെ കണ്ടത്, ജീവിക്കുന്ന ഒരു കർത്താവുണ്ട്. രാത്രി നിങ്ങൾ മനസ്സിലാക്കിയോ? കണ്ടോ? ഇവിടെ ഒരു ഒഴിച്ചു മാറ്റൽ വന്നായിരുന്നു. വന്ദേ ഭാരത് കേട്ട എത്ര പേരുണ്ട്? വന്ദേ ഭാരത് കോവിഡ് കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ അനവധി വിമാനങ്ങൾ എവിടെ പോയി? ഗൾഫിൽ പോയി, അമേരിക്കയിൽ പോയി. ഇപ്പോൾ ഉക്രൈനിൽ നെയ്യാറ്റിൻകര പഠിക്കുന്ന പിള്ളേരെ എടുക്കാൻ ഒരു വിമാന പരിപാടി തുടങ്ങി, ഓപ്പറേഷൻ ഗംഗ. അതെങ്കിലും കേട്ടവരൊന്ന് കൈ ഉയർത്തു. ഓപ്പറേഷൻ ഗംഗ. സ്വോത്രം. എവിടുന്ന് പോയി? ഇന്ത്യയുടെ വിമാനങ്ങൾ യാത്രയായി. ന്യൂഡൽഹി, ബോംബെ, ഗാസിയാബാദ്. ഏത് വിമാനങ്ങൾ? എയർ ഇന്ത്യ, ഇൻഡിഗോ. ഉക്രൈൻ്റെ മണ്ണിൽ ഇറങ്ങിയില്ല. റുമേനിയ, ബുഡാപെസ്റ്റ്, മോസ്കോ, ഇവിടെ എല്ലാം ഇറങ്ങി. ആരെ കയറ്റി? പാകിസ്ഥാൻകാരെ കയറ്റിയോ? ഇല്ല. അത് കഴിഞ്ഞിട്ട് ചൈനക്കാരനെ കയറ്റിയോ? ആരെയും കയറ്റിയില്ല. ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവരെ ഇന്ത്യൻ വിമാനത്തിനകത്ത് കയറ്റി ഇന്ത്യയുടെ എയർപോർട്ടിനകത്ത് തിരിച്ചു കൊണ്ടുവന്നതുപോലെ നമ്മുടെ രാജാതിരാജനായ കർത്താവ് വരുമ്പോൾ അവൻ്റെ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കയറ്റിയവരെ ഇവിടുന്ന് കൊണ്ടുപോകാൻ കാലമായി. വചനം യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി നാഥൻ വരാറായി. മക്കളെ, ഫെബ്രുവരി മാസം 24-ാം തീയതി 800 വിമാനമാ ഉക്രൈൻ്റെ മേളിൽ കയറിയത്. കീവ്, ഓർക്കീവ്, മരിയാപ്പോൾ, ഒഡേസ, സഫ്രോഷ്യ, 5 ടൗൺ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എഴുതിക്കോ. ഉക്രൈൻ ഞെട്ടി വിറച്ചു. അതുപോലെ 2.5 ഡിസ്ട്രിക്ട് വലിപ്പം, 1 കോടി ജനം. ഇസ്രയേൽ ഏതൊക്കെയാ? സീനായ്, ഗോലാൻ, ടെലവീവ്, ജെറുസലേം, അഷ്കലോൻ, അഷ്തോദ്, ഡിമോണ. ഇത്രയും പട്ടണത്തിൽ അറബ് ലീഗിന്റെയും റഷ്യയുടെയും ചൈനയുടെയും വിമാനം കയറുന്ന ഒരു ദിനം വരാറായി. അന്ന് യഹൂദൻ
നോവ് കിട്ടിയ സ്ത്രീയെ പോലെ നിലവിളിക്ക്. ഇന്ന് രാത്രി യുദ്ധ ദിവസത്തിൽ ഒരു വീരനെ പോലെ കർത്താവ് വരും. എന്നാൽ ആ വിമാനം അവിടെ കയറി ആകാശമണ്ഡലത്തിൽ വിമാനത്തിന്റെ ഹുങ്കാരം മുഴങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഒരു ശബ്ദം മധ്യാകാശത്തിൽ മുഴങ്ങും. കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന നാം ശവപ്പെട്ടിക്കകത്ത് കയറാതെ മരണം കാണാതെ എടുക്കപ്പെടുവാൻ കാലമായി. സമയമായി അല്പം വൈകിയെങ്കിലും മക്കളെ ചങ്ക് കീറിയ പ്രസംഗിക്കുന്നു. സ്വോത്രം. കഴിഞ്ഞ ദിവസം ആര്യനാട് ഇവരെല്ലാം ഉണ്ടായിരുന്നു. സ്വോത്രം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് അനന്തപുരി മാർത്താണ്ഡപിള്ള സാറാ എന്നെ നോക്കുന്നത്. മൂന്നാമത് കോവിഡ് അഴിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ അറ്റാക്ക് ഏത് സമയം വരാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ പോയേക്കുമെന്ന്. ഞാൻ സാറിനോട് പറഞ്ഞു, എന്നെ സാറേ എന്നാ വിളിക്കുന്നത് എൻ്റെ വിദ്യാഭ്യാസം കൊണ്ട്. സാറേ ഉടനെ എങ്ങും പോവത്തില്ല, ഒരാളെയും കൂടെ എങ്കിലും രക്ഷയുടെ പെട്ടകത്ത് കയറ്റിയിട്ടേ പോവത്തുള്ളൂ. സ്വോത്രം. വയ്യാങ്കിലും പ്രസംഗിക്കുന്നത് ഇവിടെ 1000 നേടാനല്ല. കുളത്താമൽ കൺവെൻഷനകത്ത് ഏതെങ്കിലും കാട്ടത്തിയുടെ മേളിരിക്കുന്ന ഒരെണ്ണം താഴെ ഇറങ്ങും. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പറയാ, കാട്ടത്തിയുടെ മേളിരുന്ന് സക്കായി ഇറങ്ങിയതുപോലെ സഭയ്ക്ക് 1000 നേടാനല്ല, ഈ കൺവെൻഷനിൽ ഒരു വ്യക്തി യേശുവിനെ കാണും. അതുകൊണ്ടാണ് ഞങ്ങളുടെ യേശു വരാറായി. എത്ര പേർ മരിച്ചു കോവിഡിൽ? 1.5 കോടി പേർ. എവിടെ മരിച്ചു? ലോകത്തിൽ. അമേരിക്കയിൽ 11. അടുത്തത് എവിടാ മക്കളെ? സ്വോത്രം. ബ്രസീലിൽ 10 ലക്ഷം, ഇന്ത്യയിൽ 9 ലക്ഷം, കേരളം 75,000 പേരാ മരിച്ച. അമ്മാമയച്ചായ 1 വയസ്സ് മുതൽ 85 വയസ്സുള്ളവർ വരെ ബോഡി വരെ കത്തിച്ചത് കണ്ടു. ഇന്ന് രാത്രി നാം ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാ. ഒരു കോവിഡ് നമുക്ക് വന്നു, വാക്സിൻ പലതും എടുത്തു. അതിൻ്റെ അപ്പുറത്ത് നിന്നെ കണ്ടൊരു കണ്ണുണ്ട്, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ. 2 കരം നിനക്ക് വേണ്ടി ഇറങ്ങി, കാൽവറിയിലെ കരം. അത് നിന്റെ കാലുകളെ ഉറപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് എഴുന്നേൽക്കാം. കാലുകൾ ഏറെക്കുറെ വഴുതി പോയി, ഒരിക്കലും ഉയരില്ലെന്ന് ഞാൻ നനച്ചു. എങ്കിലും എൻ്റെ ദൈവം എന്നെ നിലനിർത്തി. ആ പ്രത്യാശ ഉള്ളവർ മാത്രം സമയം നോക്കണ്ട, ഒന്ന് ആരാധിച്ചാട്ടെ. ഇന്ന് രാത്രി പട്ടണം പിടിപ്പിക്കപ്പെടട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ. ഇന്ന് രാത്രി എല്ലാ കരങ്ങളും അടിച്ച് കൊയറിനോട് ചേർന്ന് ദിസ് ടൈം വർഷിപ്പ് ടൈം. കാലുകൾ ഏറെക്കുറെ വഴുതി പോയി, ഒരിക്കലും ഉയരില്ല എന്ന് നനച്ചു. എൻ്റെ നിലവുകൾ ദൈവം മാറ്റിയെഴുതി. പിന്നെ കാൽ വഴുതുവാ ഇടവന്നിൽ എല്ലാ കരങ്ങളും അടിച്ച് കൊയറിനോട് ചേർന്ന് ദിസ് ടൈം വർഷിപ്പ് ടൈം. എല്ലാവരും എഴുന്നേൽക്കാൻ കഴിയാവുന്നവരെല്ലാം ഇന്ന് രാത്രി എഴുന്നേറ്റാട്ടാണ്. നമ്മുടെ കുളത്താമൽ ഉണരട്ടെ. ഇന്ന് രാത്രി പഞ്ചവിളാകോണം അന്ത്യകാലത്തിന്റെ ഉണർവ് ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. എല്ലാ കാലുകളേറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. കാലുകളേറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, നിന്റെ കാൽ വഴുതുവാനിടവന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, നിന്റെ കാൽ വഴുതുവാനിടവന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. മുടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. മുടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു
പോലും നിലച്ചതല്ല. ഉള്ളത് വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചത് ഉള്ളിൽ പോലും നിലച്ചതല്ല. ദയതോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ദയതോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു വിതച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു വിതച്ചു. എന്റെ ദിനവുകൾ ദൈവം മാറ്റി എഴുതി, നിന്റെ കാൽ വഴുതുവാനിടമില്ല. എന്റെ ദിനവുകൾ ദൈവം മാറ്റി എഴുതി, നിന്റെ കാൽ വഴുതുവാനിടമില്ല. ഹല്ലേലൂയ, ഈ രാത്രി യേശു ജീവിക്കുന്നു. കെട്ടുകളെ പൊട്ടിക്കുന്ന, ബന്ധനങ്ങളെ അഴിക്കുന്ന, ഓടുകളെ മാറ്റുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപ ഇന്ന് രാത്രി പട്ടണത്തിൽ ഉൾപ്പെട്ട് ഒരു കാറ്റടിക്കുന്നത് പോലെ, ഒരു മഴ പെയ്യുന്നത് പോലെ, അണക്കെട്ട് കൊണ്ടുന്നത് പോലെ, കത്തുന്നത് പോലെ രാത്രികളെ ക്യാൻസറുകൾ മാറുന്ന, ട്യൂമറുകൾ മാറുന്ന, രോഗകെട്ടുകൾ മാറുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപ അല്പസമയം ദൈവത്തെ ആരാധിച്ചു.